ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമുക്കൊരു അടിപൊളി ബാഗ് റെഡിയാക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ. അത് മാത്രമല്ല എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് തന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്കതിനൊന്ന് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സർക്കിൾ കട്ട് ചെയ്യാനായിട്ട് പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് അടയാളപ്പെടുത്താം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ലേ. നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള അളവ് വെച്ചിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കണ്ടല്ലോ, നമ്മൾ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒന്നുകൂടി വേണം കേട്ടോ. ഇതേ അളവിൽ തന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 പീസിൽ നിന്നും ചെറിയൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം അതിനൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എന്തെങ്കിലും വച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടല്ലോ, 2 പീസ് ഇതേപോലെ കേട്ടോ വരച്ചെടുക്കേണ്ടത്. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കാർഡ്ബോർഡ് പീസിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ കവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിതാ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുക്കാനായിട്ട് ആദ്യം ഈ കാർഡ്ബോർഡ് പീസിൽ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മളിത് ആ കാർഡ്ബോർഡ് പീസിൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മളൊന്ന് വെട്ടിട്ട് കൊടുക്കണം കേട്ടോ, അതൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഐഡി ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതാകുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് അയച്ചു തരാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് വേണ്ടത്. ഇതുപോലെ 2 പീസിൻ്റെ ഒരു ഭാഗം മാത്രം കവർ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചാർട്ട് പേപ്പർ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കാം കേട്ടോ ചെയ്യുന്നത്. കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയില്ലല്ലോ, ആ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തിൻ്റെ അളവാട്ടോ നമുക്ക് വേണ്ടത്. അതിനനുസരിച്ച് ചാർട്ട് പീസ് എടുക്കാം കേട്ടോ ചെയ്യുന്നത്. വീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കയറാണ്. ഇതേപോലുള്ള കയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ മുകളിലായിട്ടൊരു പ്രിൻറ്റിങ് വരുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാട്ടോ നമ്മളിനി ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് ക്ലോത്ത് കവർ ചെയ്ത ഭാഗത്തല്ല കേട്ടോ, മറ്റേ ഭാഗം ഉണ്ടല്ലോ, കാർഡ്ബോർഡ് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിക്കുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. ഗ്ലൂ ഗൺ ആകുമ്പോൾ നമുക്കത് ഊരിപ്പോവുക പറഞ്ഞു പോവുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഒട്ടിക്കാനൊക്കെ ഇല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. അങ്ങനെ ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ് കേട്ടോ ഒട്ടിക്കാൻ. ഇതിന് കാർഡ്ബോർഡ് പീസിൻ്റെ മിഡിലായിട്ടാട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമല്ല, അതിൻ്റെ താഴെ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒട്ടിച്ച് തുടങ്ങാനേ. ഒട്ടിച്ച് തുടങ്ങിയിട്ട് മുകളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെക്കണം. ഞാനതിന് ഇതപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ഒരു ടേപ്പാണ് കേട്ടോ വെച്ചത്. ഇതേപോലുള്ള ഒരു എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടായിട്ട് കയറ് കവർ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്.
അതിന് ശേഷം നമ്മൾ ബാക്കി ഇതേപോലെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അപ്പോൾ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ കയറ് വാങ്ങിക്കുമ്പോൾ നമുക്കത് മടുക്കായിട്ടല്ല ഉണ്ടാവുക. അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിവർത്തിയെടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് വലിച്ച് ഒന്ന് ഇതാക്കിയാൽ നിവർന്ന് വരും കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ നിവർത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഒരു റൗണ്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മിഡിലായിട്ട് വെച്ചില്ലേ, ഞാനിതിൽ ടാപ്പ് വെച്ചില്ലേ, അതങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതിയേ. ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണേ. കണ്ടില്ലേ, ഇതുപോലാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ്. മറ്റേ പീസും ഇതേപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ആക്കരുത് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂ മുകളിലേക്കായിട്ട് കാണും കേട്ടോ. അതൊരു വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. പിന്നെ ഈ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു നാര് പോലെ വരും കേട്ടോ. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ സ്പീഡായിട്ട് കാണിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ലെങ്ത്തായി പോകുമല്ലോ വീഡിയോ, അപ്പോൾ അതുകൊണ്ട് സ്പീഡായിട്ട് കാണിക്കുകയാണേ. അപ്പോൾ ഇതാ നമ്മളിതാ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതാ ഇതിൻ്റെ മുകളിലുള്ള നാരൊക്കെ ഞാൻ അങ്ങോട്ട് പറിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ പീസ് ഇതേപോലെ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ 2 പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, 2 പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചാർട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ടില്ലായിരുന്നോ, അത് ഞാൻ ആ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ കയർ കവർ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാ പീസും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാൻ തന്നെ? ഒരു ഭാഗം കയറും ഒരു ഭാഗം ക്ലോത്തും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കാനും വളരെ സിമ്പിൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിഡിൽ നിന്ന് മുകളിലേക്കായിട്ട് ഒട്ടിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒരു ഭാഗം നമ്മളിതാ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ പീസ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. കണ്ടല്ലോ, ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. മുകളിലത്തെ പീസ് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ലല്ലോ ഒട്ടാൻ. അപ്പോൾ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അത് ഒട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഗ്ലൂ ആയതൊക്കെ നമ്മളൊന്ന് പറിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതാ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ കാണാൻ? നിങ്ങൾക്ക് വീഡിയോ കൂടി എത്രമാത്രം ഭംഗിയുണ്ടെന്ന് അറിയില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്കിതിൽ കീ ചെയിൻ ഉണ്ടെങ്കിൽ അത് തൂക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഈ കയർ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണ്. ഒരു ചെറിയ പീസും കയർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു കെട്ടിട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഒറ്റൊരു കെട്ടിട്ട് കൊടുക്കുകയാണേ. ഒരു ചെറുതും ഒരു വലുതുമായിട്ട് കയർ അങ്ങനെ ആട്ടോ നിൽക്കുന്നത്, ചെറുതും വലുതായിട്ട് നിൽക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കണ്ടേ. അതിന് ഞാനിതാ ഗിൽറ്റർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പിങ്കും ആഷ് കളറുമാണ് എടുത്തിട്ടുള്ളത്, ഇതിനൊരു മാച്ചായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ അതിൽ ഞാനൊരു ആർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ 2 കളറിന്നും 2 പീസ് വേണം കേട്ടോ. അങ്ങനെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കയറിൻ്റെ അറ്റത്ത് അപ്പുറമായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഒരു പീസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ കളറിന്നും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുകയാണേ. ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉള്ളതായതുകൊണ്ട് തന്നെ അതൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് തന്നെ നന്നായിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.